അപ്പോൾ കോത്താരി കമ്മീഷൻ 1964 ജൂലൈ 14 കമ്മീഷൻ നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ കമ്മീഷനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് കോത്താരി ആയിരുന്നു. അപ്പം കമ്മീഷൻ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, യൂണിവേഴ്സിറ്റി ലെവലിലുള്ള എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ കോത്താരി കമ്മീഷൻ 1966 ജൂൺ 29 അതിൻ്റെ റിപ്പോർട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MC ചക്ലയ്ക്ക് കൈമാറുകയുണ്ടായി. MC ചക്ല എന്ന് പറയുന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ കോത്താരി കമ്മീഷൻ 1964 ജൂലൈ 14 നിലവിൽ വരുന്നത്. ഡോക്ടർ എസ് കോത്താരി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. 1966 ജൂൺ 29 അതിൻ്റെ റിപ്പോർട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MC ചക്ലയ്ക്ക് കൈമാറുകയുണ്ടായി. അപ്പോൾ പ്രധാനമായിട്ടും കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ 4 സെക്ഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ സെക്ഷൻസിൽ 19 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 1 ഡിസ്കസ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ച്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ ഓരോ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ സെക്ഷൻ പറയുന്നത്. മൂന്നാമത്തെ സെക്ഷനിലാണ് ഈ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസും അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാംസുകളും വരുന്നത്. സെക്ഷൻ 4 ഈ മിസലേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 4 സെക്ഷൻസ് ആണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ വരുന്നത്. ഈ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് 287 പേജായിരുന്നു. എത്രയായിരുന്നു? 287 പേജായിരുന്നു ഉണ്ടായിരുന്നത്. സെക്ഷൻ 1 ജനറൽ ഇഷ്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ, സെക്ഷൻ 2 സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ, സെക്ഷൻ 3 നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസും പ്രോഗ്രാംസും, സെക്ഷൻ 4 അഡീഷണൽ പേപ്പേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം കോത്താരി കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രൂപപ്പെടുത്തിയെടുക്കുന്നത് ക്ലാസ് റൂമിലാണ്. രൂപപ്പെട്ട് വരുന്നത് ക്ലാസ് റൂമിലാണ് എന്നാണ് കോത്താരി കമ്മീഷൻ നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിംസ് 5 എണ്ണമാണ് കോത്താരി കമ്മീഷൻ്റെ എയിംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ലിങ്ക്ഡ് ടു പ്രൊഡക്ടിവിറ്റി. അതായത് പ്രൊഡക്ടിവിറ്റിയുമായിട്ട്, ഉൽപാദനക്ഷമതയുമായിട്ട് വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്യണം? ബന്ധിപ്പിക്കണം എന്നുള്ള ഒരു ആശയം, ഒരു ലക്ഷ്യം അതിനുണ്ടായിരുന്നു. രണ്ടാമത്തത് നാഷണൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ദേശീയോത്ഗ്രഥനം എന്ന് പറയുന്നതും കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യമായിരുന്നു. പിന്നെ മോഡേണൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ രംഗത്തുള്ള ആധുനികവൽക്കരണം. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ വളർച്ച. ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാരക്ടർ. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാരക്ടർ. അപ്പം 5 ലക്ഷ്യങ്ങളായിരുന്നു കോത്താരി കമ്മീഷന് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷനെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യുക. രണ്ടാമത്തത് നാഷണൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ദേശീയോത്ഗ്രഥനം. പിന്നെ മോഡേണൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രസി, ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാരക്ടർ. ഇങ്ങനെ 5 ലക്ഷ്യങ്ങളായിരുന്നു കോത്താരി കമ്മീഷന് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തതാണ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ലിങ്ക്ഡ് ടു പ്രൊഡക്ടിവിറ്റി. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കൂടുതലായിട്ടും സയൻസ്, മാത്സ്, അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം എന്ന് കോത്താരി കമ്മീഷൻ എന്ത് ചെയ്തു? ഉറപ്പിച്ച് അല്ലെങ്കിൽ തറപ്പിച്ച് പറയുകയുണ്ട്. എന്താണ്? സയൻസ്, മാത്സ്, അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുണ്ടല്ലോ, ആ സബ്ജക്റ്റിന്, അതായത് നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് എന്ത് ചെയ്തു? കോത്താരി കമ്മീഷൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അതിപ്പോൾ പ്രൈമറി ആയാലും സെക്കൻഡറി എഡ്യൂക്കേഷനിലായാലും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലായാലും ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് സബ്ജക്റ്റുകൾ
അല്ലെങ്കിൽ അഗ്രികൾച്ചർ, മാത്സ് ഒക്കെ ഇൻ്റഗ്രൽ പാർട്ട് ആയിരിക്കണം എന്ന് കോത്താരി കമ്മീഷൻ പറയുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ നമ്മുടെ ഈ രാഷ്ട്രത്തിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. ആ പുറത്തു പോയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ചു എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതാണ് ഒന്നാമത്തെ എയിം. എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ലിങ്ക്ഡ് ടു പ്രൊഡക്ടിവിറ്റി. അതായത് സയൻറ്റിഫിക് സ്റ്റഡീസിന് അല്ലെങ്കിൽ മാത്സ്, അഗ്രികൾച്ചറിനൊക്കെ നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പുറത്തു പോയിട്ടുള്ള സയൻറ്റിസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ആശയമാണ് അതിനകത്ത് വരുന്നത്. രണ്ടാമത്തെ നാഷണൽ ഇൻ്റഗ്രേഷനാണ്, അതായത് ദേശീയോത്ഗ്രഥനം. ദേശീയോത്ഗ്രഥനം എന്ന് പറയുമ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ കേവലമായ അറിവ് ആർജിക്കുന്നതിനപ്പുറം അവരെ NSS, NCC പോലുള്ള സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിൽ അവരെ എന്ത് ചെയ്യണം, പങ്കെടുപ്പിക്കണം. അതുവഴി അവർക്കിടയിൽ നല്ലൊരു ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് വളർന്നു വരികയും നമ്മുടെ സമൂഹത്തിലുള്ള ഇൻജസ്റ്റിസിനും അതുപോലെ തന്നെ ഇന്നിക്വാളിറ്റീസിനുമെതിരെ, അസമത്വങ്ങൾക്കും അനീതികൾക്കുമെതിരെ അതിനെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. കൂടാതെ അവരെന്ത് ചെയ്യും, നല്ലൊരു പൗരന്മാരായിട്ട് ഉയർന്നു വരികയും അവർക്കിടയിൽ നേതൃത്വ പാഠവമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ പൗരന്മാർക്കിടയിലും ഒരു ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് വളർത്തിയെടുക്കുന്നത് വഴി നമുക്ക് രാഷ്ട്രത്തിലെ തുല്യതയും ദേശീയോത്ഗ്രഥനവും ഊട്ടിയുറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ NSS, NCC, സ്കൗട്ട്സ് പോലുള്ള കാര്യങ്ങളെ ഈ കോത്താരി കമ്മീഷൻ പിന്താങ്ങുന്നുണ്ട്. നാഷണൽ ഇൻ്റഗ്രേഷനിൽ വരുന്നതാണ് ഇത്. മൂന്നാമത്തത് മോഡേണൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസ മേഖലയിലുള്ള ആധുനികവൽക്കരണത്തിന് കോത്താരി കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി അതായത് കോൺസെപ്റ്റ് ഡെവലപ്മെന്റിനെ വിദ്യാഭ്യാസത്തിൽ സ്വാധീനിക്കുന്ന പ്രാചീനമായിട്ടുള്ള ഫാക്ടേഴ്സ്, ടെക്നോളജിയും അതിനകത്ത് അതുപോലെ ഒന്നാമത് തന്നെ വരുന്ന ഒക്കെ കണ്ടീഷൻസ് ഓഫ് ദ സെൻസ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഓർഗൻസ് ഉപരിയായിട്ട് ആണ്. അതായത് നമ്മുടെ ICT അതുപോലുള്ള പുതിയ പഞ്ചേന്ദ്രിയങ്ങളുടെ പുതിയ ആധുനികമായിട്ടുള്ള അവസ്ഥ. മെത്തേഡുകളും അതായത് ഒരു ഉദാഹരണം ടെക്നിക്സുകളും പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് അധ്യാപനത്തിലായാലും ബ്ലൈൻഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ ഒരു കുട്ടി രംഗത്തായാലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എന്ത് ഒരു ചെയ്യണം, കോൺസെപ്റ്റ് ആയിരിക്കില്ല ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി ആശയം അത് ഡെവലപ്പ് മുന്നോട്ട് വയ്ക്കുകയുണ്ട്. ചെയ്തെടുക്കുന്നത്. അതാണ് അപ്പം മോഡേണൈസേഷൻ നമ്മുടെ ഇൻ സെൻസ് ടെക്നോളജി എന്ന് ഓർഗൻസ് പറയുന്നത്. നമ്മുടെ പിന്നെ കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഫോർമേഷനിൽ എങ്ങനെ ഡെമോക്രസി, അതായത് സ്വാധീനിക്കുന്നു ജനാധിപത്യത്തിന്റെ എന്നതിനുള്ള വളർച്ച എന്ന് ഏറ്റവും വലിയൊരു പറയുന്നതും ഉദാഹരണമാണിത്. ഈ പിന്നെ കോത്താരി രണ്ടാമതായിട്ട് കമ്മീഷന്റെ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു നമ്മുടെ ഇന്റലിജൻസ് അതിന്റെ ഒരു ലെവല്, എയിം ഇപ്പം ആയിരുന്നു. ഇന്റലിജന്റ് അത് ആയിട്ടുള്ള മുന്നോട്ട് IQ വെച്ച ലെവല് കൂടിയ റെക്കമെൻഡേഷൻസിൽ ഒരു ഒരു എയിം കുട്ടിയെ ആയിരുന്നു. അതായത് സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്ക് കോൺസെപ്റ്റ് നേരത്തെ ഫോർമേഷൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നാഷണൽ നടക്കും. പക്ഷെ ഇൻ്റഗ്രേഷൻ, അതായത് IQ കുറഞ്ഞ ഒരു NSS, വ്യക്തിയെ NCC പോലുള്ള സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാൻ അത് പറ്റും, വളരെ പതുക്കെ മാത്രമേ അല്ലെങ്കിൽ നടക്കുകയുള്ളൂ. കുട്ടികൾക്കിടയിൽ എന്ത് പിന്നെ ചെയ്യാൻ പറ്റും, മറ്റൊരു കാര്യം ജനാധിപത്യ ബോധം ഓപ്പർച്യൂണിറ്റി ടു വളർത്തുന്ന ലേൺ, നമുക്ക് പഠിക്കാൻ വിദ്യാഭ്യാസത്തിനാണ് കിട്ടുന്ന പ്രാധാന്യം കൊടുത്തത്. അവസരങ്ങൾ. അതായത് അതായത് ഇപ്പം തുല്യതയുടെയും നമുക്ക് നീതിയുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു എല്ലാവർക്കും ബ്രോക്കൺ ഈക്വൽ ഫാമിലിയിലൊക്കെ ആയിട്ടുള്ള ഉള്ള എഡ്യൂക്കേഷണൽ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്തോ പറയുന്നത്, പ്രൊവൈഡ് അവർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാനൊന്നും ഡെമോക്രസിയെ അധികം സ്ട്രെങ്തേൺ അവസരങ്ങളൊന്നും ചെയ്തെടുക്കുക എന്നുള്ളതും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് കോത്താരി അധികം കമ്മീഷന്റെ കോൺസെപ്റ്റ് ഒന്നും ഒരു ഫോം പ്രധാനപ്പെട്ട ചെയ്തെടുക്കത്തില്ല. പക്ഷെ ലക്ഷ്യമായിരുന്നു. നേരെ മറിച്ച് പിന്നെ സ്കൂളിൽ പോയി ഡെവലപ്മെന്റ് ഓഫ് പഠിക്കുന്ന ക്യാരക്ടർ, കുട്ടികളാണ്, നേരത്തെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ മറ്റുള്ള വിദ്യാഭ്യാസം ഫെസിലിറ്റീസ് ഒക്കെ അതിപ്പോൾ കൂടുതൽ പ്രൈമറി ആയാലും കിട്ടുന്നെങ്കിൽ സെക്കൻഡറി അതിൽ ആയാലും കോൺസെപ്റ്റ് യൂണിവേഴ്സിറ്റി ഫോർമേഷൻ എന്ന് ലെവലിലുള്ള പറയുന്നത് എഡ്യൂക്കേഷൻ ആയാലും ദ്രുതഗതിയിൽ ഒരു നടക്കും. കുട്ടിയുടെ അപ്പം സർവ്വതോന്മുഖമായ ഓപ്പർച്യൂണിറ്റി ടു ലേൺ വ്യക്തിത്വ മറ്റൊരു വികസനത്തിന് ഫാക്ടറാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു പിന്നെ കുട്ടിയുടെ ടൈപ്പ് ഓഫ് ധാർമ്മികവും എക്സ്പീരിയൻസ്, സാമൂഹികവും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. അതായത് മനഃശാസ്ത്രപരവുമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ ദുഃഖങ്ങൾ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് നമ്മൾ എന്താ ഇമ്പോർട്ടൻസ് പറയുക കൊടുക്കുന്നതായിരിക്കണം ഹാപ്പിനെസ് ഒട്ടും വിദ്യാഭ്യാസം എന്നും ഇല്ലാത്തതാണ്, അതിൻ്റെ അല്ലെങ്കിൽ ബ്രോക്കൺ ലക്ഷ്യങ്ങൾ ഫാമിലിയാണ്, പറയുന്നു. ഫാമിലി അപ്പോൾ പേരൻസ് ആദ്യത്തേത് തമ്മിലൊക്കെ വഴക്കൊക്കെ ആണെങ്കിൽ എയിംസിനകത്ത് എന്ത് വരുന്നത് ചെയ്യും, ആദ്യം കുട്ടിയെ എഡ്യൂക്കേഷൻ ഹാസ് ടു ബി സംബന്ധിച്ചിടത്തോളം ലിങ്ക്ഡ് അവർക്ക് ടു കിട്ടുന്ന വിത്ത് എക്സ്പീരിയൻസ് പ്രൊഡക്ടിവിറ്റി. നെഗറ്റീവ് ആയിരിക്കും. അത് രണ്ടാമത്തെ അവർക്ക് നാഷണൽ നെഗറ്റീവായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, കോൺസെപ്റ്റ് ഫോം മോഡേണൈസേഷൻ ഇൻ ചെയ്തെടുക്കുന്നതിന് ടെക്നോളജി, കാരണമാകും. ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രസി, നേരെ മറിച്ച് ഡെവലപ്മെന്റ് ഓഫ് കിട്ടുന്ന ക്യാരക്ടർ. എക്സ്പീരിയൻസ് ഇത്രയായിരുന്നു പോസിറ്റീവ് ആണെങ്കിൽ അത് കോത്താരി നമ്മുടെ കമ്മീഷന്റെ കോൺസെപ്റ്റ് ഫോർമേഷനെ ലക്ഷ്യങ്ങളിൽ വരുന്നത്. പോസിറ്റീവായിട്ട് പിന്നെ ഇൻഫ്ലുവൻസ് അത് ചെയ്യും. സ്ട്രെസ് ചെയ്ത പിന്നെ കുറച്ച് മറ്റൊരു ഏരിയാസും പ്രധാനപ്പെട്ട കൂടിയുണ്ട്, അതും കൂടി കാര്യം പറയാം. ഫസ്റ്റ് വൺ വിമൻസ് പേഴ്സണാലിറ്റിയാണ്. എഡ്യൂക്കേഷൻ ആണ്. അതായത് നല്ല സ്ത്രീ വിദ്യാഭ്യാസം, പോസിറ്റീവായിട്ടുള്ള വനിതാ നല്ല പേഴ്സണാലിറ്റി വിദ്യാഭ്യാസത്തിന് വെച്ച് വളരെയധികം പുലർത്തുന്ന ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് കൊടുത്തിരുന്നു. എപ്പോഴും അപ്പം ഈ എന്തുവാ ഒരു അവർക്ക് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതിന് കോൺസെപ്റ്റ്, ശേഷമാണ് അവരുടെ നമ്മുടെ കോൺസെപ്റ്റ് പല എന്ന് പറയുന്നത് സ്ഥലങ്ങളിലും ഒരു മാൽ വിമൻസ് അഡ്ജസ്റ്റഡ് കോളേജുകളും ആയിട്ടുള്ള ഗേൾസ് സ്കൂളുകളും പേഴ്സണേക്കാളും ഗേൾസിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ട് ഹോസ്റ്റൽസും സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ഹോസ്റ്റൽ ചെയ്യുന്ന ഫെസിലിറ്റീസും രീതിയിലുള്ള സ്കോളർഷിപ്പും ഒക്കെ നിലവിൽ വരാൻ കോൺസെപ്റ്റുകളായിരിക്കും അവർ തുടങ്ങിയത്. വെച്ച് അപ്പം വിമൻസ് പുലർത്തുന്നത്. എഡ്യൂക്കേഷൻ അത് സ്ട്രെസ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ SC ST എഡ്യൂക്കേഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട സെക്സ് ഇൻഫ്ലുവൻസ് ആൾക്കാരുടെയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും എഡ്യൂക്കേഷനും അത് ഇമ്പോർട്ടൻസ് അതായത് കൊടുക്കുകയുണ്ടായി. നമ്മുടെ ചില പിന്നെ അഡൾട്ട് സംസ്കാരങ്ങളുണ്ടല്ലോ, എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് അതായത് ചില കൊടുക്കുകയുണ്ടായി. ട്രഡീഷൻസ് അങ്ങനെ 3 കൺവെൻഷൻസ് ഒക്കെ ഫീൽഡിലും തന്നെ അത് ഇമ്പോർട്ടൻസ് നമ്മുടെ കൊടുത്തു. എന്തൊക്കെയാണ്? വിമൻസ് എഡ്യൂക്കേഷൻ, ബോയ്സിന് SC അല്ലെങ്കിൽ ST ഈ എഡ്യൂക്കേഷൻ, അഡൾട്ട് പാട്രിയാർക്കൽ എഡ്യൂക്കേഷൻ. സമൂഹത്തിന് അല്ലെങ്കിൽ പിന്നെ ഒരു 3 ലാംഗ്വേജ് പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ പോളിസിയാണ് ഡൊമിനേഷൻ കൊടുക്കുന്നത് ചില സംസ്കാരങ്ങളിൽ. പക്ഷേ ഇത് ചില മുന്നോട്ട് സംസ്കാരങ്ങൾ വെച്ചത്. ഫസ്റ്റ് എന്താ വൺ പറയുക,
രണ്ടുപേർക്കും മദർ ടങ്ങിന് പുരുഷന്മാർക്കും ഇമ്പോർട്ടൻറ്റ്, സ്ത്രീകൾക്കും ഈക്വൽ ത്രീ ആയിട്ടുള്ള ലാംഗ്വേജ് റോളായിരിക്കും പോളിസി എന്ന് കൊടുക്കുന്നത്. പറയുമ്പോൾ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള മദർ ടങ്ങിന് ട്രഡീഷൻസ്, ഇമ്പോർട്ടൻസ് ബിലീഫ്സ്, കൊടുക്കുന്നു. പിന്നെ ഒരു തെറ്റായിട്ടുള്ള ഫോറിൻ ട്രഡീഷൻസും ലാംഗ്വേജ് നമ്മൾ ബിലീഫ്സും ഒക്കെ തന്നെ പഠിച്ചിരിക്കണം. കൂടാതെ സ്ത്രീയുടെയും ഇംഗ്ലീഷും ഹിന്ദിയും പുരുഷൻ്റെയും അങ്ങനെ കോൺസെപ്റ്റ് ഫോർമേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. 3 ലാംഗ്വേജ് പോളിസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഈ മദർ ടങ്, ആൾക്കാർ ഇപ്പം പിന്നെ എന്തോ ഹിന്ദി, നമ്മുടെ പിന്നെ ഫാമിലിയിൽ ഫോറിൻ ലാംഗ്വേജ്. മെയിൽസിനാണ് ഡൊമിനേഷൻ പിന്നെ എങ്കിൽ നമ്മുടെ എന്തായിരിക്കും അവരുടെ ടീച്ചർ കോൺസെപ്റ്റ് ഫോർമേഷൻ എഡ്യൂക്കേഷനെ അതിന് കുറിച്ച് പ്രസ്താവിച്ച ഇൻഫ്ലുവൻസ് ചെയ്യും. നേരെ അത് മറിച്ച് ഒരുപാട് പെൺകുട്ടികളെ റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വയ്ക്കേണ്ടത് ടീച്ചർ തഴഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനെ അവരുടെ സംബന്ധിച്ച്. കോൺസെപ്റ്റ് എപ്പോഴും അതായത് അവർ നെഗറ്റീവ് പറഞ്ഞത് ആയിരിക്കും. ടീച്ചർ മനസ്സിലായോ? എഡ്യൂക്കേഷനെ ഇത്രയും നമ്മളൊരു ഫാക്ടേഴ്സാണ് ബെറ്റർ വേയിലേക്ക് സ്വാധീനിക്കുന്നത്. കൊണ്ടുവരണം ഒന്ന്, എന്നാണ് കണ്ടീഷൻ കോത്താരി ഓഫ് ദ കമ്മീഷൻ സെൻസ് ഓർഗൻ, പറഞ്ഞത്. ഇൻ്റലിജൻസ് ഓഫ് ദ അതായത് ചൈൽഡ്, ഒരു ടീച്ചർ ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷന് ടു വേണ്ടിയിട്ട് ലേൺ, നമ്മളൊരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ബോർഡ് എക്സ്പീരിയൻസ്, രൂപീകരിക്കണം. സെക്സ്, ഓരോ പിന്നെ സംസ്ഥാനങ്ങളിലും ടീച്ചർ പേഴ്സണാലിറ്റി. എഡ്യൂക്കേഷന് ഇത്രയും വേണ്ടി ഒരു ഫാക്ടേഴ്സ് സ്റ്റേറ്റ് ആ ബോർഡ് കോൺസെപ്റ്റ് ഫോർമേഷനെ രൂപീകരിക്കണം. സ്വാധീനിക്കുന്നത്. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി UGC ഏറ്റെടുക്കണം. ടീച്ചർ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി UGC ഏറ്റെടുക്കണം. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷനിൽ നമ്മൾ തിയറിറ്റിക്കൽ നോളജ് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ നോളജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നും കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഒന്നാമത് ടീച്ചർ എഡ്യൂക്കേഷനെ ബെറ്റർ വേയിലേക്ക് കൊണ്ടുവരണം. UGC എന്ത് ചെയ്യണം, ടീച്ചർ എഡ്യൂക്കേഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. കൂടാതെ സ്റ്റേറ്റ് തലത്തിൽ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകരിക്കണം. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷനിൽ തിയറിറ്റിക്കൽ നോളജിനേക്കാൾ ഉപരിയായിട്ട് പ്രാക്ടിക്കൽ നോളജ്, നമ്മളിപ്പോൾ ടീച്ചിങ് പ്രാക്ടീസൊക്കെ ഇല്ലേ, അതുപോലുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കൽ നോളജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നും കോത്താരി കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.